KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സവാദ് വീണ്ടും അറസ്റ്റിൽ. ഇതവന്റെ സ്ഥിരം കലാപരിപാടിയാ. 2023 സവാദ് സമാനമായ കേസിൽ അറസ്റ്റിലായിരുന്നു. വെടിവെക്കാൻ അത്ര പൂതിയുണ്ടെങ്കിലേ അങ്ങ് വീട്ടിൽ പോയി വെടിവെക്കും. എന്തൊക്കെയായിരുന്നില്ല അന്നത്തെ കോലാഹലങ്ങൾ. മാലയിട്ട് സ്വീകരിക്കുന്നു, അതിനുശേഷം സവാദ് ലൈവില് വന്ന് ജനങ്ങളെ വെല്ലുവിളിക്കുന്നു. അവനൊരു ഹീറോ ആയിട്ട് കുറെ ആളുകൾ കൊണ്ട് നടക്കുന്നു. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. അവിടുത്തെ ഒരു വാർഡിൽ കുറഞ്ഞത് 1000 ആൾക്കാരുണ്ടാവുമല്ലോ. ഈ 1000 ആളോട് സവാദിനെ കുറിച്ചിട്ട് ചോദിച്ചാൽ മതി. ഒരാൾക്ക് ഒരു മോശം അഭിപ്രായം അവിടെ ഉണ്ടാവില്ല. ഒരു നല്ല ചെറുപ്പക്കാരനാണ് സവാദ്. മധുര മനോഹര മനോജ്ഞനായ ചെറുപ്പക്കാരൻ. ആർക്കെങ്കിലും വീട്ടിൽ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന മക്കളുണ്ടെങ്കിൽ ഇവന് വേണ്ടി ആലോചിക്കാം. ഓക്കെ, അത്ര നല്ല സൽസ്വഭാവിയായിട്ടുള്ള ചെറുക്കനാണ്. ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ വട്ടിയൂർക്കാവ് അജിത് കുമാർ, അതിന്റെ അവന്റെ പേര്. അവനൊക്കെ പൂമാലട്ടല്ലേ സ്വീകരിച്ചിരുന്നവനെ അല്ലേ? വെളിവുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യോ? വട്ടിയൂർക്കാവ് അജിത് കുമാർ, നിങ്ങൾ പുതിയ മാലയ്ക്കും ലഡുവിനും ഒക്കെ ഓർഡർ കൊടുത്തോ സവാദിനെ സ്വീകരിക്കാൻ? കാര്യമായിട്ടാണ് പറഞ്ഞത്, തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. എന്നാ കൊള്ളാം. സവാദിന് മാല ഇടേണ്ട ഒരു അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടും. അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇപ്പോ എന്താണ് ഇവിടെ തെളിവായിട്ട് കിട്ടിയിട്ടുള്ളത്? അദ്ദേഹം ഏതെങ്കിലും ഇത് പരാതിക്കാരി ആരെന്ന് പോലും വ്യക്തമല്ല. പിന്നെ പരാതിക്കാരി അറിയുന്ന എന്തിനാണ്? വേട്ടയാടാനാണോ? കൂടെ എന്നേക്കണം. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, മുൻപ് മസ്താനി ഇതുപോലെ ആരോപണങ്ങൾ ഉന്നയിച്ച് വന്നിരുന്നല്ലോ. എന്നിട്ട് ആ കേസ് ഇപ്പൊ എന്തായി? അതിനെപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയോ? ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. മസ്താനി അന്ന് മുൻപ് പറഞ്ഞൊരു കേസുണ്ട്. നന്ദിത അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, സവാദിനെ ഏത് വിധേനയും ഇനിയും ജയിലിലാക്കും എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഒരുപക്ഷെ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമല്ല എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കുക. നിങ്ങൾ ചെയ്തതല്ലേ തെറ്റ്? ഒരു മാനസിക രോഗിയെ പിന്തുണച്ചു. അയാൾ ചെയ്ത തെറ്റെന്താണ് എന്ന് തിരിച്ചറിഞ്ഞില്ല. അയാളെ മാലയിട്ട് സ്വീകരിച്ച് ആനയിച്ച് വീണ്ടും പൊതു ഇടത്തിൽ ഇമാതിരി തെമ്മാടിത്തരം കാണിക്കാൻ നിങ്ങൾ പ്രോത്സാഹനം നൽകി. അതാണ് തെറ്റ്. ജീവിച്ചിരിക്കുന്ന ഇറച്ചിക്കടകൾ എന്ത് ചെയ്യാം? ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല.